നമസ്കാരം. IPL 2026 ചെന്നൈ സൂപ്പർ കിങ്സിന് കഷ്ടകാലമാണ് എന്നാണ് എല്ലാവരും ഇപ്പോൾ ട്രോളുന്നത്. ഇങ്ങനെ പറയുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതൊരു കഷ്ടകാലത്തിൻ്റെ സൂചനയല്ല, മറിച്ച് നല്ല കാലത്തിൻ്റെ സൂചനകളാണ്. തോൽവികൾക്കൊടുവിൽ തന്നെ ചെന്നൈയുടെ പതനം പൂർണ്ണമായെന്ന വിധി എഴുതാൻ നിങ്ങളെല്ലാവരും ഇനി കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായുണ്ട്. അങ്ങനെ വിധി എഴുതാൻ സാധിക്കില്ല എന്നതാണ് ഇപ്പോൾ പലരും പറയുന്ന കാര്യം. ഇന്ത്യയിൽ പാചകവാതക ക്ഷാമം ഉണ്ടാകുമെന്ന് മാസങ്ങൾക്ക് മുൻപേ പ്രവചിച്ച് സോഷ്യൽ മീഡിയയിൽ അമ്പരിപ്പിച്ച ഒരു വ്യക്തിയുണ്ട്. പ്രശാന്ത് കിനി എന്ന ജ്യോതിഷിയുടെ ഒരു പുതിയ പ്രവചനം ഇപ്പോൾ പുറത്തു വരുന്നു. അതിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇപ്പോൾ ചെന്നൈ ആരാധകർക്ക് പുത്തൻ പ്രതീക്ഷയാണ് ഈ ഒരു വാർത്ത നൽകുന്നത്. 2025 സെപ്റ്റംബറിൽ തന്നെ 2026 മാർച്ചിന് ശേഷം ഇന്ത്യയിൽ ഇന്ധന വാതക പ്രതിസന്ധി ഉണ്ടാകുമെന്ന് പ്രശാന്ത് കിനി എക്സിലൂടെ കുറിച്ചിരുന്നു. ആ പ്രവചനം കൃത്യമായി ഫലിച്ചതോടെ ഇദ്ദേഹത്തിന് ആരാധകർ ഏറിയെന്ന് പറയാം. ഇപ്പോഴിതാ ചെന്നൈയുടെ പരാജയങ്ങളിൽ മനം നൊന്ത് കഴിയുന്ന മഞ്ഞപ്പടയുടെ ആരാധകർക്കായി അദ്ദേഹം ഒരു സന്തോഷ വാർത്തയാണ് പങ്കുവയ്ക്കുന്നത്. ധോണിയുടെ എൻട്രിയോടെ ചെന്നൈ വിജയവഴിയിൽ തിരിച്ചെത്തും. ഇതാണ് അദ്ദേഹം പറയുന്നത്. താനൊരു ടൈം ട്രാവലർ ആണെന്നും ഈ സ്ക്രിപ്റ്റ് എഴുതുന്നത് ഒരു ജ്യോതിഷിയാണെന്നും അവകാശപ്പെടുന്ന കിനിയുടെ പോസ്റ്റ് മിനിറ്റുകൾക്കുള്ളിലാണ് വൈറലായത്. പരിക്കിനെ തുടർന്ന് വിശ്രമിക്കുന്ന MS ധോണി ഉടൻ ടീമിലേക്ക് മടങ്ങിയെത്തുമെന്ന സൂചനകൾക്കിടയിൽ തന്നെയാണ് ഈ പ്രവചനം എന്നത് ശ്രദ്ധേയമാണ്. നിലവിൽ ഋതുരാജ് ഗെയ്ക്വാദിന് കീഴിൽ 3 മത്സരങ്ങൾ തോറ്റ ചെന്നൈ പോയിന്റ് ടേബിളിൽ അവസാന സ്ഥാനത്താണുള്ളത്. സഞ്ജു സാംസന്റെ ഫോമില്ലായ്മയും ബൗളിങ്ങിലെ പാളിച്ചകളും ആരാധകരെ ആശങ്കയിലായിരുന്നു. എന്നാൽ തല തിരിച്ചെത്തുന്നതോടെ ടീമിലെ പ്ലാനിങ്ങും തന്ത്രങ്ങളും മാറുമെന്ന്, ചെന്നൈ വിജയ പരമ്പര തീർക്കുമെന്നും തുടങ്ങുമെന്നും എല്ലാം ജ്യോതിഷിയുടെ പ്രവചനത്തിലുണ്ട്. ഇദ്ദേഹത്തെ വിശ്വസിക്കാം. ഗ്യാസ് സിലിണ്ടറിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ചിരിച്ചതാണ്, പക്ഷേ അത് ഫലിച്ചു. അതുകൊണ്ട് ചെന്നൈയുടെ കാര്യത്തിലും ഇത് സംഭവിക്കും. ഇതാണ് ആരാധകർ കമന്റായി ചെയ്യുന്നത്. IPL 2026 സ്ക്രിപ്റ്റ് നേരത്തെ എഴുതപ്പെട്ടതാണോ എന്ന ചോദ്യവും ആരാധകർക്കിടയിൽ ഉയരുന്നു. IPL ചരിത്രത്തിൽ ആദ്യമായി ചെന്നൈ സൂപ്പർ കിങ്സ് ടൂർണമെന്റിൽ ആദ്യ 3 മത്സരങ്ങൾ തോറ്റിരിക്കുകയാണ്. നായകൻ ഋതുരാജ് ഗെയ്ക്വാദിന് കീഴിൽ തുടർച്ചയായ 7ാം പരാജയമായിരുന്നു ഇത് CSK ആരാധകരെ കുറച്ചൊന്നുമല്ല ചൊടിപ്പിച്ചിരിക്കുന്നത്. രാജസ്ഥാനും പഞ്ചാബിനെതിരെയും ബാംഗ്ലൂരിനെതിരെയും ഒന്ന് പൊരുതാനുള്ള മനസ്സ് പോലും ചെന്നൈ നിര കാണിച്ചില്ല എന്നതാണ് ഇതിലെ ചൊടിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യം. ബാറ്റിങ്ങിൽ പിന്നെയും റൺസ് കണ്ടെത്താൻ സാധിക്കുന്നുണ്ടെങ്കിലും എത്ര റൺസ് അടിച്ചാലും അത് വിട്ടുകൊടുക്കുമെന്ന ശപഥം ചെയ്ത പോലെയാണ് ബൗളിംഗ് നിരയുടെ പെർഫോമൻസ് എന്നുകൂടി പറയണം. എതിർ ടീമിലെ ബാറ്റ്സ്മാൻമാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്ന ചെന്നൈ ബൗളർമാരുടെ ആറ്റിറ്റ്യൂഡ് മാറേണ്ടതുണ്ട്. മാത്രമല്ല, ഋതുരാജ് സഞ്ജു കോമ്പിനേഷൻ വർക്കാവുകയും വേണം. എങ്കിൽ മാത്രമേ ചെന്നൈക്ക് രക്ഷയുള്ളൂ. 5 തവണ IPL കിരീടം ചൂടിയ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസൺ തുടക്കം മുതൽ എല്ലാം പാളിക്കൊണ്ടിരിക്കുകയാണ്. തുടർച്ചയായ 3 മത്സരങ്ങളിലും തോറ്റ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് നിൽക്കുന്ന ചെന്നൈയിനെ കാത്തിരിക്കുന്നത് ഇൻഫോം ടീമായ ഡൽഹി ക്യാപിറ്റൽസുമായിട്ടുള്ള കനത്ത മാച്ച് തന്നെയാണ്.